ഇന്ന് ഡിസംബർ 25. ചരിത്രത്തെ നെടുകെ പിളർന്ന, ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന, ലോക ചരിത്രത്തെ അത്ഭുതകരമായി മാറ്റിയ യേശുക്രിസ്തുവിന്റെ ജന്മദിനം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്ന് ഡിസംബർ 25 മലയാള സാഹിത്യത്തെ തനിക്ക് മുൻപും ശേഷവും എന്ന് രേഖപ്പെടുത്തുമാറ് മാറ്റി എഴുതിയ, അല്ലെങ്കിൽ ഇടം കുറിച്ച, അല്ലെങ്കിൽ കയ്യൊപ്പ് ചാർത്തിയ MD വാസുദേവൻ നായരുടെ നമ്മെ വിട്ടുപിരിഞ്ഞ ദിവസം. രണ്ട് മഹാരഥന്മാരുടെ ഓർമ്മ ദിനങ്ങൾ ഒരേ ദിവസമാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. MD വാസുദേവൻ നായരും യേശുക്രിസ്തുവും എന്റെ ചിന്തകളിലൂടെ കടന്നു വരുമ്പോൾ എനിക്ക് ഏറ്റവും സമാനതകളായിട്ട് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, MDയുടെ എല്ലാ പുസ്തകങ്ങളും ഒരു പരിധിവരെ തിരക്കഥകൾ ഒഴിച്ച് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാലമാകാം, നാലുകെട്ടാകാം, മഞ്ഞാകാം, രണ്ടാം മുഴമാകാം, അങ്ങനെ നോവൽ എല്ലാം ഒരു പരിധിവരെയൊക്കെ അസുരവിത്താകാം. കഥകളുടെ രൂപത്തില് ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്കിഷ്ടപ്പെട്ട കഥ എന്ന് തോന്നിയിട്ടുള്ളത് ഷെർലക്കാണ്. കുട്ടേടത്തിയും അതോടൊപ്പം തന്നെ മറ്റനേകം കഥകളും ഒക്കെ ഉണ്ടെങ്കിലും മനസ്സിൽ ഈ ഒരു ദിവസം ഓർത്തു പറയാൻ ആഗ്രഹിക്കുന്ന കഥ അക്കൽദാമയിൽ പൂക്കൾ വിരിയുമ്പോൾ എന്ന കഥയാണ്. അത് യൂദാസിനെ കുറിച്ചുള്ള കഥയാണ്. യൂദാസിന്റെ പശ്ചാത്താപത്തിന്റെ കഥയാണ്. അക്കൽദാമ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പാപത്തിന്റെ ശമ്പളം പോലെ 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞ രക്തഭൂമിയാണ്. അവിടെ അദ്ദേഹം പശ്ചാത്താപ വിവശനായി ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മസംഘർഷത്തിന്റെ കഥയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള മാനസിക സംഘർഷത്തെ, മനോവ്യാപാരത്തെ, മനസ്സിനെ ഒക്കെ കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒരു കഥയാണ് അക്കൽദാമയിൽ പൂക്കൾ വിരിയുമ്പോൾ. തീർച്ചയായിട്ടും ആ കഥയും ഇന്നത്തെ ദിവസം ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട് സമാനതകളുള്ള ഈ വലിയ ലോകത്തെ മാറ്റിമറിച്ച മനുഷ്യരുടെ വ്യക്തിത്വങ്ങളുടെ, ദൈവപുത്രന്റെ ഒക്കെ പല ചിന്തകളിലൂടെയാണ് നാം അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. MD വാസുദേവൻ നായരുമായിട്ട് ബന്ധപ്പെട്ട് അനേകം ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിനെ ആദ്യമായിട്ട് കാണുന്നതും ഒരു കൈകൊടുക്കുകയും ചെയ്യുന്നത് 996 5 4 കൃത്യമായ വർഷം ഓർമ്മയില്ല, മാനഞ്ചിറ മൈതാനത്ത് വെച്ച് MD വാസുദേവൻ നായർ MD സാർ ചെയർമാനായിക്കൊണ്ട് ഒരു സാഹിത്യ സമ്മേളനം നടന്നിരുന്നു. അന്ന് എന്റെ സുഹൃത്ത് ഡോക്ടർ സജീഷ്, അദ്ദേഹം ഡോക്ടറായ ആകുന്നേ ഉള്ളൂ, അദ്ദേഹം പഠിക്കുകയായിരുന്നു കോഴിക്കോട്. അദ്ദേഹത്തിന്റെ കൂടെ മാനഞ്ചിറ മൈതാനത്ത് പോയിട്ടാണ്, അവിടെ വെച്ചിട്ടാണ് MD സാറിനെ കാണുന്നത്. അന്ന് കണ്ട കുറെ ആളുകളെ, എഴുത്തുകാരെ അത്ഭുതത്തോടെ നോക്കിയെന്ന്, ഒരു കുട്ടിയെ പോലെ വളരെ അത്ഭുതത്തോടെ നോക്കിയുന്ന അനുഭവങ്ങളുണ്ട്. അതിൽ അന്ന് ശ്രദ്ധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം TV കൊച്ചുവാവയാണ്. വൃദ്ധസാധനം അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. പെരുങ്കളിയാട്ടം എഴുതിയോ എന്ന് ഓർമ്മയില്ല. വൃദ്ധസാധനം ഒരു വലിയ ട്രെൻഡ് സെറ്റ് ചെയ്ത നോവലായിരുന്നു മലയാള സാഹിത്യത്തിൽ. വൃദ്ധസാധനം വായിച്ച് കഴിഞ്ഞ അടുത്ത് തന്നെ TV കൊച്ചുവാവ, വളരെ സുന്ദരനായ മനുഷ്യൻ, ഒരു സിഗരറ്റ് മാറി നിന്ന് വലിച്ചതിന് ശേഷം കഥ അവതരിപ്പിക്കുമ്പോഴും വിറയലോടുകൂടിയാണ് അദ്ദേഹം ആ വേദിയിൽ കഥ അവതരിപ്പിച്ചത്. അന്ന് അവിടെ കവിത ചൊല്ലിയതിൽ ഏറ്റവും ഇഷ്ടമായ രാഘവൻ അത്തോളി വളരെ മനോഹരമായിട്ട് കവിത ചൊല്ലി എന്നുള്ളതാണ്. അന്ന് അവിടെ കഥകൾ അവതരിപ്പിച്ച അനേകം പേരുണ്ടായിരുന്നു. ആ കഥകൾ അവതരിപ്പിച്ചതിൽ കുറുങ്കഥകൾ അവതരിപ്പിച്ച PK പാറക്കടവിനെ പ്രത്യേകം ഓർമ്മിക്കുന്നു ഈ നിമിഷം. അദ്ദേഹം പിന്നീട് വളരെ അടുത്ത സുഹൃത്തായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്.